ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആമുഖങ്ങളില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഏക സ്വരങ്ങൾക്കിടയിൽ ബഹുസ്വരതയുടെ ഭാവി എന്നാണ് ഇവിടെ വിഷയം. ഈ കാ ഫെസ്റ്റിവലിൽ ഇന്ന് രാജ്യത്തും ലോകത്തും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പ്രതിഫലനം ഇവിടെ നടക്കുന്ന ഈ അക്ഷരോത്സവത്തിൻ്റെ ചർച്ചകളിൽ ഉണ്ടാകണം എന്ന് കരുതി തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചതെന്ന് ഞാൻ കരുതുന്നു. ചോദ്യം വളരെ ലളിതമാണ്. ഏക വിളത്തോട്ടങ്ങൾ വേണോ, വൈവിധ്യങ്ങൾ നിറഞ്ഞ വലിയ മഴക്കാടുകൾ വേണോ എന്നുള്ള ചോദ്യമാണ്. ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ മഴക്കാടുകൾ വെട്ടിമാറ്റി ഊഷരതയുടെ, പ്രയാസങ്ങളുടെ അക്കേഷ്യ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണോ എന്നാണ് ചോദ്യം. മറ്റത് ജൈവ വൈവിധ്യം നിറഞ്ഞ മഴക്കാടുകൾ നമ്മുടെ ജീവനെയും ജലത്തെയും പ്രാണവായുവിനെയും എല്ലാത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ്. ആ ഏകവിളത്തോട്ടം വേണമോ, ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ മഴക്കാടുകൾ വേണമോ എന്നുള്ള ലളിതമായ ചോദ്യത്തിന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉത്തരം കൊടുക്കുന്നത് പോലെയാണ് ബഹുസ്വര സമൂഹം വേണമോ, ഏകസ്വരമുള്ള ഒരു സൊസൈറ്റി വേണമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത്. വളരെ ലളിതമാണ്. നമുക്കറിയാം, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടേത്. ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, വേഷവിധാനങ്ങളുടെ, അനുഭവങ്ങളുടെ, പ്രാർത്ഥനകളുടെ, മതങ്ങളുടെ, പ്രാർത്ഥനാക്രമങ്ങളുടെ എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യങ്ങൾക്കിടയിൽ നാം ജീവിക്കുകയാണ്. ആ വൈവിധ്യങ്ങളിടയിൽ നിന്നും, ആ വൈവിധ്യങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴുള്ള പരസ്പര ആശ്രയത്വത്തിൽ നിന്ന്, പരസ്പര സാഹോദര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയാണ് ഇന്ത്യ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനപദങ്ങളുടെയും നിലനിൽപ്പ് വൈവിധ്യങ്ങൾ നിറഞ്ഞ കാലത്ത്, വ്യത്യസ്തതകൾ നിറഞ്ഞ കാലത്ത് അതിനെ യോജിക്കുകയും വിയോജിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും പരസ്പരം സംസാരിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ഔട്ട്കം ഉണ്ട്. ആ ഔട്ട്കമാണ് ഈ വൈവിധ്യങ്ങളിൽ നിന്നൊരു പുതിയ സംസ്കൃതി ഉണ്ടാകുന്നത്. ആ സംസ്കൃതിയാണ് നമ്മുടെ ഭാരതം എന്നുള്ള സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ജൈവതാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് 5000 വർഷക്കാലത്തെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ്. ഇന്ന് ആളുകൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു പാരമ്പര്യമല്ല 5000 വർഷക്കാലത്തെ പാരമ്പര്യം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന ജനപദങ്ങളെയും സംസ്കാരങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടേത്. ഇവിടെ രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്. മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, അന്നത്തെ അബീസീനിയ, ഇന്നത്തെ എത്യോപ്യയിൽ നിന്നും വന്ന, അടിമയായി വന്ന ഒരാൾ ബിജാപൂരിലെ സുൽത്താനായി മാറിയിട്ടുണ്ടെന്നാണ്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരോടും ഈ രാജ്യം വിട്ടുപോകാൻ ഒരു ഭരണകൂടവും ഒരു ഭരണാധികാരിയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആ 5000 വർഷക്കാലത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്താ? അതെല്ലാവരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ഗാന്ധിയും നെഹ്റുവും എല്ലാവരും, അതിൻ്റെ ലെഗസി അതാണ്. ടാഗോർ ഉൾപ്പെടുന്ന ലെഗസിയാണ്. രാജ്യം മുഴുവൻ അവർ സഞ്ചരിച്ചു. രാജ്യത്തുണ്ടായിരുന്ന എല്ലാ വിചാരധാരകളെയും ചിന്താസരണികളെയും ചേർത്ത് പിടിച്ചു. ഗാന്ധി ഈ ചെറിയ സംസ്ഥാനത്ത് 33 സ്ഥലങ്ങളിൽ വന്ന് സംസാരിച്ചു. അധസ്ഥിതർക്ക് വേണ്ടി പോരാടിയിരുന്ന അയ്യങ്കാളിയെ അദ്ദേഹം വീട്ടിൽ പോയി കണ്ടു. ശ്രീനാരായണ ഗുരുദേവനെ വസതിയിൽ സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കിയിലെ കാലിഫേറ്റ് ഇല്ലാതാക്കിയപ്പോൾ ഒരു വലിയ പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ലോകത്തുണ്ടായി, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിനെ ലോകത്ത് ആദ്യമായി പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനായി, മതത്തിൻ്റെ നിരാസമായി മാറിയപ്പോൾ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാക്കി ഇന്ത്യയുടെ സെക്യുലറിസത്തെ മാറ്റി.
അതിൻ്റെ പ്രോഡക്റ്റാണ്, ഈ തുടർച്ചയാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെല്ലാം ഈ സങ്കീർണമായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ്. നമുക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? നമ്മൾ ചരിത്രത്തെ വിസ്മരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ചരിത്രത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോഴാണ്. എന്തൊരു ചരിത്രമാണ് ലോകത്ത് മുഴുവൻ നടന്ന ചരിത്രത്തിലെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ മുന്നിൽ കണ്ണടച്ച് നിൽക്കുകയാണ്. ഷെല്ലി പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം റിട്ടൺ ബൈ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം എഴുതി വെച്ചതാണത്. അത് മനുഷ്യൻ്റെ കാലങ്ങളെക്കുറിച്ചുള്ള, അവർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സമൂഹങ്ങളും രാജ്യങ്ങളും മനുഷ്യരും നേതാക്കളും രാജാക്കന്മാരും എല്ലാവരും ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒന്നാണ് ഈ കാലം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡൽഹി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നഗരമാണ്. ചിലപ്പോൾ നമുക്കത് സന്തോഷം ഉളവാക്കും, ചിലപ്പോൾ നമുക്ക് ഭീതി ഉളവാക്കും ഡൽഹിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഡൽഹി എന്ന് പറയുന്നത് വെറും ഒരു തലസ്ഥാന നഗരമല്ല. നമ്മുടെ ടർക്കിയിൽ നിന്ന് ബർമ്മ വരെ നീണ്ടു കിടക്കുന്ന ഒരുപാട് മനുഷ്യർ, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ആളുകൾ ജീവിച്ച ഒരു സ്ഥലമാണ് ഈ ഡൽഹി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഇപ്പോൾ തൈമൂർ ഇന്ത്യ കീഴടക്കി എന്ന് പറയും, ഡൽഹിയിലുള്ള ആളുകൾ പറയും അയാൾ കൊലയും നടത്തിയെന്ന് പറയും. ബ്രിട്ടീഷുകാർ പറയും ഇത് ഞങ്ങളുടെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് എന്ന് പറയും. നമ്മൾ പറയും അതിനെ ഇരുണ്ട കാലഘട്ടമായി നമ്മൾ വിശേഷിപ്പിക്കും. ഈ വ്യത്യസ്തതകളും ഈ വ്യാഖ്യാനങ്ങളും എല്ലാം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നന്മകളിലേക്കുള്ള തിരിച്ചുവരവുണ്ടായിരുന്നു, തിന്മയുടെ കാലമുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. എന്നെ ഇന്ന് ഏറ്റവും ഭയപ്പെടുത്തുന്നത്, നമ്മൾ 20-ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നോക്കുക. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായത് എന്താ? ഇരുണ്ട യുഗമായിരുന്നു അല്ലേ? ചോരമണക്കുന്ന കൈകളാണ് നമ്മൾ നോക്കുമ്പോൾ. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ, ഗുലാഗുകളിൽ, തടവറകളിൽ എല്ലാം കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ നിലവിളികളാണ് നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്നത്. ആ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ്, കോടിക്കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ലോകത്തിൻ്റെ 5 വരിങ്കരയിൽ വംശഹത്യകളുടെ പ്രവാഹമായിരുന്നു, യുദ്ധങ്ങളായിരുന്നു. ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാറോടണക്കി പിടിച്ച് സ്ത്രീകളും വൃദ്ധരായ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടത്തിയ പലായനങ്ങളുടെ ഭീതിതമായ കാഴ്ചയായിരുന്നു. എങ്ങും ചോരമണക്കുന്നുണ്ടായിരുന്നു. എവിടെയും നിരപരാധികൾ താമസിക്കുന്ന വീടുകൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെട്ടിരുന്നു. എല്ലായിടത്തും ഷെല്ലുകൾ വീണ് തകർന്നിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ സീജ് ഓഫ് ലെനിൻഗ്രാഡിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധം കൊണ്ട്, ബോംബ് കൊണ്ട്, ഷെല്ലുകൾ കൊണ്ട്, പട്ടിണി കൊണ്ട്, തണുപ്പ് കൊണ്ടെല്ലാം മരിച്ചു വീണ ഭീതിതമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോൾ ഹിറ്റ്ലർ ഉണ്ടായിരുന്നു, മുസോളിൻ ഉണ്ടായിരുന്നു, സ്റ്റാലിൻ ഉണ്ടായിരുന്നു, പോൾപോട്ട് ഉണ്ടായിരുന്നു. ഏകാധിപതികളായ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എഴുത്തുകാർ നാടുകടത്തപ്പെട്ടിരുന്നു, എഴുത്തുകാരെ കൊല ചെയ്തിരുന്നു, എഴുത്തുകാർ തടങ്കലിലാക്കപ്പെട്ടിരുന്നു. അന്നും അതിനോട് വിയോജിപ്പുള്ള ഏകാധിപത്യത്തോടും ഫാസിസത്തോടും ഒക്കെ വിയോജിപ്പുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ അവരെല്ലാം ക്രൂരമായ ടോർച്ചറിങ്ങിന് വിധേയമായിരുന്നു. അന്നും മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്നു പാടി ഈ ഏകാധിപതികളുടെ രാജകൊട്ടാരങ്ങളിൽ വിദൂഷക വേഷം കെട്ടിയ ആളുകൾ അന്നും ഉണ്ടായിരുന്നു. എന്നെ ഭീതിപ്പെടുത്തുന്നത് 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന ഈ സംഭവങ്ങൾ മുഴുവൻ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ എന്ന ഭീതിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഹിസ്റ്ററി ഈസ് എ സൈക്ലിക് പോയം എന്ന് ഷെല്ലി പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചാക്രികമായിട്ട് നടക്കുന്ന ഒന്നാണോ എന്നുള്ളൊരു ഭയമാണ്. അന്നുണ്ടായിരുന്നതിൻ്റെ വേറൊരു പുതിയ ഫോർമാറ്റാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇന്ന് പുതിയ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പുതിയതായി ഉണ്ടായിരിക്കുന്നു. അന്ന് ഹിറ്റ്ലറിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഗീബൽസ് ഉണ്ടായിരുന്നു, ഗീബൽസിയൻ പ്രചരണ രീതികൾ ഉണ്ടായിരുന്നു. 1000 പ്രാവശ്യം ഒരു നുണ ആവർത്തിച്ചു പറഞ്ഞാൽ സത്യമായി വിശ്വസിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസം ഭരണാധികാരികളെ ഭരിച്ചിരുന്നു. ഇന്ന് ഗീബൽസിന് പകരം 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ PR ഏജൻസികൾ ആ ജോലി വളരെ ഭംഗിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഗീബൽസിനേക്കാൾ മോശമായി ഗീബൽസിയൻ തന്ത്രങ്ങൾ അവർ വളരെ ഭംഗിയായി
നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു ബുക്കുണ്ട്, നോബൽ സമ്മാനിതയായ മരിയ റാസ എന്ന ഫിലിപ്പീൻസുകാരിയായ പത്രപ്രവർത്തക. ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്നാണ് അവരുടെ പുസ്തകത്തിൻ്റെ പേര്. അവർ ഫിലിപ്പൈൻസിലെ ഭരണാധികാരികളുമായി ഏറ്റുമുട്ടിയതിന് ശേഷം ഒരുപാട് പീഡനങ്ങൾക്ക് അവർ വിധേയമായി. പിന്നീട് അവർ ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ പുതിയ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിനെ, സോഷ്യൽ മീഡിയയെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള റിസർച്ചാണ് നടത്തിയത്. ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് കണ്ടത്. കാരണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏത് പാട്ടാണ് നമുക്കിഷ്ടം, ഏത് തരത്തിലുള്ള സംഗീതമാണ് നമുക്കിഷ്ടം, ഏത് തരത്തിലുള്ള സിനിമയാണ് നമുക്കിഷ്ടം, ഏത് കഥകൾ കേൾക്കാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ അഭിരുചികളെ ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് മണത്തറിഞ്ഞ് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ സംവിധാനം, അത് ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ എത്ര ഫലപ്രദമായി അത് ഉപയോഗിക്കുന്നു എന്നുള്ള ഫൈൻഡിങ് ആണ് അവരുടെ പുസ്തകം. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഈ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇവരൊരു കവർ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതായത് പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. അവർ സംസാരിക്കുന്നത് നാഷണലിസത്തെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തും ദേശീയതയെക്കുറിച്ചല്ലേ സംസാരിച്ചത്? അന്ന് ഗാന്ധിയും നെഹ്റുവും സംസാരിച്ച ദേശീയതയാണോ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇത് ഹൈപ്പർ നാഷണലിസമാണ്, ഇത് അതിതീവ്ര ദേശീയതയാണ്. അന്ന് ഒരു കോമൺ എനിമി ഉണ്ടായിരുന്നു ഏകാധിപതികൾക്കെല്ലാം. ഹിറ്റ്ലർ ജൂതന്മാരെ നമ്മുടെ മുഖ്യ ശത്രുവായി പഠിപ്പിച്ചു. ഹിറ്റ്ലർ പറഞ്ഞു ജർമ്മൻകാരോട്, നമുക്ക് ആര്യ രക്തമാണുള്ളത്, നമ്മുടെ ശത്രുവാണ്, നമ്മുടെ പൊതുശത്രുവാണ് ഉള്ളത്, അവനെ നമുക്ക് ഇല്ലാതാക്കണം, അവൻ്റെ വംശഹത്യ നടത്തണം. അപ്പോൾ എല്ലാ ജർമ്മൻകാരുടെയും മനസ്സ് മുഴുവൻ ഈ കോമൺ എനിമിയെ, പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടത്. അതിന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. ഒന്ന്, എതിരാളിയെ, പൊതുശത്രുവിനെ വംശഹത്യ നടത്താം. രണ്ട്, സ്വാഭാവികമായി ഭരണകൂടത്തിനെതിരെ ഉണ്ടാകേണ്ട ഒരു ആൻറ്റി ഇൻകംബൻസി ഈ പൊതുശത്രുവിനെതിരെ തിരിച്ചുവിടാം. അത് തന്നെയല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുന്നത്. നിങ്ങൾ എല്ലാ ലോകത്തിലെ ഏകാധിപതികളുടെയും മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ, അവർ സംസാരിക്കുന്നത് നോക്കൂ. അവരാദ്യം പൊതുശത്രുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയും, ഇനി അതും രക്ഷയില്ലെങ്കിൽ പാകിസ്ഥാനെ കുറിച്ച് പറയും. അപ്പോൾ ഒരു പൊതുശത്രുവിനെ ക്രിയേറ്റ് ചെയ്ത് ആ പൊതുശത്രുവിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയെ മുഴുവൻ മാറ്റി നിർത്തി ഭരണകൂടം മാറി നിൽക്കുകയാണ്. ഭരണകൂടം ഇത് ആസ്വദിക്കുകയാണ്. ഹെയ്റ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. അപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. നമ്മൾ പറയും, സ്കൾ ഓഫ് ആലംബർഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ്റെ ഒരു പുസ്തകമുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. അവിടെ എല്ലാവരും തടങ്കലിലായി. ആ സമരത്തെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി, സിപ്പാഹി ലഹള എന്നെല്ലാം പറഞ്ഞു. അവസാനം തടവിലായ ആക്കപ്പെട്ട ആളുകളെല്ലാം ഒരു മൈതാനത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഹിന്ദുക്കളും മുസൽമാന്മാരും ഒരുമിച്ചാണ് സമരം നടത്തിയത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കും. ഹിന്ദുക്കൾ മരിച്ചാൽ ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കും, മുസ്ലിം മരിച്ചാൽ ഇസ്ലാമിക ആചാരപ്രകാരം സംസ്കരിക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷ് പട്ടാള തലവന് കലി കയറി, അങ്ങനെ വേണ്ട. അയാൾ എന്ത് ചെയ്തു, ഹിന്ദുവിനെയും മുസൽമാനെയും ഒരുമിച്ച് പീരങ്കിയുടെ അറ്റത്ത് കൊണ്ടുപോയി കെട്ടിവെച്ചു. എന്നിട്ട് പീരങ്കിക്ക് തീ കൊളുത്തിയപ്പോൾ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ശവശരീരങ്ങൾ കഷ്ണങ്ങളായി ആ മൈതാനത്ത് മുഴുവൻ ചിതറി. ഒരു നിമിഷം ബന്ധുക്കൾ സ്തംഭിച്ചു നിന്നു. ആരുടേതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ സംസ്കാരം നടത്തും? ഒരു നിമിഷം മാത്രമേ അവർ സ്തംഭിച്ചു നിന്നുള്ളൂ. അതിനുശേഷം അവർ ആ മൈതാനത്ത് ചിതറി വീണ ഹിന്ദുവിൻ്റെയും മുസ്ലിങ്ങളുടെയും എല്ലാം ചിതറിച്ചരിച്ച ശരീരഭാഗങ്ങൾ പറക്കിക്കൂട്ടി അവർ ഒരുമിച്ച് പോയി ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും സംസ്കാരം നടത്തി ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിന് മറുപടി കൊടുത്ത ഒരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ. അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരാളുടെ തലയോട്ടിയാണ്, ആലംബർഗിൻ്റെ തലയോട്ടിയാണ് ഒരു സിപ്പോയി. ബ്രിട്ടീഷുകാർ തിരിച്ചു പോകുമ്പോൾ സോവനീറായിട്ട് ഈ തലയോട്ടി കൊണ്ടുപോകും. കാരണം അവർ കൊന്നൊടുക്കിയ ഒരാളുടെ തലയോട്ടി അവിടെ കൊണ്ടുപോയി ഗ്ലാസ് കേസിൽ വയ്ക്കും, സൂവനീറായിട്ട്. അങ്ങനെയാണ് ഈ ആലംബർഗിൻ്റെ തലയോട്ടി എങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ച് ഒരു ചരിത്രത്തിലേക്ക് പോയി ആ ചരിത്ര കാലഘട്ടത്തെ അനാവരണം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഹിസ്റ്ററി പറയും, വിൽ ഡൂറന്റ് പറഞ്ഞിട്ട്, ഹിസ്റ്ററി ഈസ് എ റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്. ഇറ്റ് ഹാസ് ടു സൈഡ്സ്. രണ്ട് വശങ്ങളുണ്ട് അതിന്. എന്താണ്?
One side is criminality and absurdities, and other side is to contribute for the civilization. ആ സിവിലൈസേഷനുള്ള കോൺട്രിബ്യൂഷനാണ്, സംഭാവനകളാണ്. രണ്ടുമുണ്ട്. ഈ തിന്മയും നന്മയും എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്രം, എനിക്ക് സങ്കടം, ഈ ചരിത്രത്തിൻ്റെ കയറ്റിറക്കുകൾ കണ്ടിട്ടും നമ്മളൊന്നും പഠിച്ചില്ല എന്നാണ്. വല്ലാത്ത സങ്കടം വരും, നമുക്ക് വല്ലാത്ത വിഷമം വരും. ഈ ചരിത്രം മുഴുവൻ നമുക്ക് അറിയാമായിരുന്നിട്ടും, ഈ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടും, ഈ ചരിത്രത്തിലെ ഗതിവിഗതികൾ കണ്ടിട്ടും നമുക്കൊന്നും മനസ്സിലായില്ലേ എന്നുള്ളൊരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടലുണ്ടാക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തൊരു രാജ്യമാണ് നമ്മുടേത്, എന്തൊരു പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടേത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം എത്ര മഹത്തരമായ ഒരു ആശയമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന, സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന, അത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതും. അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, പരസ്പരം പോരടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ അവർ വിജയിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയി, ഇന്ത്യ തോറ്റുപോയി. അവരതിൽ വിജയിച്ചപ്പോൾ നമ്മൾ, എപ്പോഴാണ് ബ്രിട്ടീഷുകാർ തോറ്റത്? നമ്മൾ വിജയിച്ചപ്പോഴാണ്. ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ ശീലിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാർ തോറ്റുപോയത്. അപ്പോൾ ഈ ഏകാധിപതികൾ, ഈ ഏകസ്വരക്കാരെല്ലാം വിജയിക്കും നമ്മൾ ഭിന്നിച്ചു നിന്നാൽ. ആ ഭിന്നിപ്പിൻ്റെ, ആ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ഓർക്കും, എനിക്ക് ബിസ്മില്ലാ ഖാനെയും വേണം, പണ്ഡിറ്റ് ജസ്വരാജിനെയും വേണം. കാശി വിശ്വനാഥൻ്റെ മുമ്പിൽ ഷെഹനായി വായിക്കുന്ന ബിസ്മില്ലാ ഖാൻ്റെ ശബ്ദവും അല്ലാ തേരേ നാം എന്ന് പറയുന്ന പണ്ഡിറ്റ് ജസ്വരാജിൻ്റെ ശബ്ദവും എനിക്ക് കേൾക്കണം. എനിക്ക് നമ്മുടെ ഗുരുദ്വാരയിലെ പ്രസാദ് കഴിക്കണം. എനിക്ക് കരുണാമയനായ നിസാമുദ്ദീൻ്റെ ദർഗയിലെ ആ പച്ചപ്പിൻ്റെ തണുപ്പിനൊക്കെ അറിയണം. എനിക്ക് കാളിഘട്ടിലെ അമ്മയുടെ മുമ്പിൽ എനിക്ക് തൊഴുതു നിൽക്കണം. എനിക്കതിന് കഴിയില്ലേ? എനിക്കതിന് കഴിയണം. എനിക്ക് AR റഹ്മാൻ്റെയും റാഫി സാഹിബിൻ്റെയും സംഗീതം ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാകണം. കാശിയിൽ ജീവിച്ചിരുന്ന ഷെഹനായിയുടെ ചക്രവർത്തിയായിരുന്ന ബിസ്മില്ലാ ഖാനോട് ലണ്ടനിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തിനാണ് ഈ പൗരാണിക നഗരത്തിൽ ജീവിക്കുന്നത്? കാശിയിൽ ഡൽഹിയിലേക്ക് വരാൻ പാടില്ലേ? ലണ്ടനിലേക്ക് വരാൻ പാടില്ലേ? ന്യൂയോർക്കിലേക്ക് വരാൻ പാടില്ലേ? എത്രമാത്രം പ്രശസ്തി കിട്ടും? ഇതിൻ്റെ 1000 ഇരട്ടി പ്രശസ്തി കിട്ടും, ഇതിൻ്റെ 1000 ഇരട്ടി പണം കിട്ടും. അപ്പോൾ ബിസ്മില്ലാ ഖാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വനാഥനെ വിട്ട് എങ്ങോട്ടും ഇല്ല. ആരാ ബിസ്മില്ലാ ഖാൻ്റെ വിശ്വനാഥൻ? ഹിന്ദുക്കളുടെ ആരാധ്യ പുരുഷനായ കാശിയിലെ വിശ്വനാഥനാണ്. കാരണം കാശിയിലെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ബിസ്മില്ലാ ഖാൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ വന്ന് ഷെഹനായി വായിക്കുമ്പോഴാണ്. എന്തൊരു ചരിത്രമാണ് നമ്മുടേത്, എന്തൊരു പാരമ്പര്യമാണ് നമ്മുടേത്, എന്തൊരു പൈതൃകമാണ് നമ്മുടേത്. ആ ലെഗസിയല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ലേ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഐൻസ്റ്റീൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ജർമ്മൻ ബിഹൈൻഡ് ദ നാസി അഡ്മിനിസ്ട്രേഷൻ സ്റ്റാൻഡ്സ് ദ ജർമ്മൻ പീപ്പിൾ. They selected Hitler. He has made it very clear that his shameful intentions beyond any possibility of misunderstanding. ഹിറ്റ്ലർ കുഴപ്പമാണ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ടാണ് ജർമ്മൻ ജനത അയാളുടെ പുറകിൽ നിന്നത് എന്നാണ് ഐൻസ്റ്റീൻ്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മളിത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ പുറകിൽ നിൽക്കണമോ എന്നാണ് നമ്മുടെ ചോദ്യം. അറിഞ്ഞുകൊണ്ട് അവർ beyond any possibilities of misunderstanding, they have made it very clear their shameful intentions. അവർ ചെയ്യാൻ പോകുന്നത് എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് they have made it clear. അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ അവരുടെ പുറകിൽ നിൽക്കണമോ എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. വ്യത്യസ്തമായ സംസ്കാരങ്ങളെ, ജീവിത രീതികളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒന്നിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പാടില്ലേ? നമുക്കത് കഴിയുമല്ലോ, കഴിയുമെന്ന് പലപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ നൽകുന്ന അതൊരു വലിയ മെസ്സേജ് അല്ലേ? ഇപ്പം ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഭരണാധികാരികളും ഭരണകൂടങ്ങളും വരികയാണ്. നമ്മളെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നു.
ഇപ്പോഴും യുദ്ധങ്ങളുണ്ട്, ഇല്ലേ? ഇപ്പോഴും അധിനിവേശങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷം, ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ലോകക്രമത്തിനൊരു മാറ്റമുണ്ടായി, അല്ലേ? വേൾഡ് ഓർഡർ ചേഞ്ച് ചെയ്തു. ലോകത്തിൻ്റെ സാമൂഹ്യക്രമം മാറി, സാമ്പത്തിക ക്രമം മാറി, രാഷ്ട്രീയ ക്രമം മാറി, കോളനികളില്ലാതായി. അപ്പം നമ്മൾ പ്രതീക്ഷയിലേക്ക് വന്നു. ജനാധിപത്യത്തിൻ്റെ പുലരിയിലേക്ക് ലോകം നടന്നെടുക്കുന്നതായി നമ്മൾ കണ്ടു. പിന്നെയും യുദ്ധങ്ങളുണ്ടായി, പിന്നെയും അധിനിവേശങ്ങളുണ്ടായി, ഭീകരാക്രമണങ്ങളുണ്ടായി, തീവ്രവാദങ്ങളുണ്ടായി. പക്ഷേ അപ്പോഴും മനുഷ്യൻ നന്മയിലേക്കും തിന്മയിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പരസ്പരം വെറുത്തും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആശ്രയിച്ചും പരസ്പരം യുദ്ധം ചെയ്തും മനുഷ്യകുലം ലോകത്തെല്ലായിടത്തും നിലനിന്നിരുന്നു. ഇപ്പം അത് മാറി വീണ്ടും ലോകത്തിൻ്റെ ലോകക്രമം വീണ്ടും പഴയതിലേക്ക് തിരിച്ച് ഇങ്ങനെ പോവുകയാണോ എന്നുള്ള പേടിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഓർമ്മകളിൽ എഴുത്തുകാരെല്ലാവരും ഉണ്ട്, ഇല്ലേ? നമുക്ക് ട്രോട്സ്കി ഉണ്ട്, ഡസ്റ്റോവ്സ്കി ഉണ്ട്, പാസ്റ്റർനാക്ക് ഉണ്ട്, ബർട്ടോൾഡ് ബ്രെത്ത് ഉണ്ട്. ഒരുപാട് എഴുത്തുകാരുണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെല്ലാം. ഇതിനെ എതിർത്ത ആളുകൾ എല്ലാവരും ഉണ്ട്. അവരുടെ ശബ്ദങ്ങളുണ്ട്, അവരുടെ വ്യത്യസ്തമായ സ്വരങ്ങളുണ്ട്. എന്താണ് നമ്മുടെ പ്രതീക്ഷ? ബർട്ടോൾഡ് ബ്രെത്തിൻ്റെ ഒരു രസകരമായ കവിതയുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിയമസഭയിലും ഒരിക്കൽ പറഞ്ഞു, അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുക. ജർമ്മനിയിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് കവിതയുടെ ആശയം. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് കവിതയിൽ. ജർമ്മൻകാരോട് ചോദിക്കുകയാണ് ബ്രത്ത്, നമ്മുടെ രാജ്യം ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ? നമ്മുടെ രാജ്യം ഇപ്പോഴും ഭരിക്കുന്നത് ഹിറ്റ്ലറാണോ എന്നല്ല ചോദ്യം, ഭയമാണോ എന്നാണ്. അത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. ഞാനത് വായിച്ചതിന് ശേഷമാണ് ലോകത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികളുടെ ജീവിതത്തിലേക്ക് കുറേ കടന്നു ചെല്ലാൻ നോക്കിയത്, പഠിക്കാൻ നോക്കിയത്, അന്വേഷണം നടത്തിയത്. ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, ഒരു ഘടകമുണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. ഈ ഏകസ്വരക്കാരെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ഒരു സമാനതയുണ്ട്. എന്താണെന്നറിയോ? ഇവരെല്ലാം ഭീരുക്കളായിരുന്നു. ഭയങ്കര ഭീരുക്കളായിരുന്നു. ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. വല്ലാത്ത അരക്ഷിതത്വം ഇവരെ അനുഭവിച്ചിരുന്നു. അവർ ചെയ്തു കൂട്ടിയ ഈ കർമ്മങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും, അത് അവരെ വേട്ടയാടുന്നത് കൊണ്ടായിരിക്കും. ഇവരെല്ലാവരും ഭീരുക്കളായിരുന്നു. അവരെപ്പോഴും കൂടെയുള്ളവരെയൊക്കെ പേടിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയും, നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന മിലാൻ കുന്ദേരയുടെ ഒരു പുസ്തകത്തിൽ ക്രൂസേവ് മെമ്മേഴ്സിൽ ഒരു കാര്യം കോട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര രസകരമായിട്ട്. സ്റ്റാലിൻ തൻ്റെ മന്ത്രിസഭാംഗങ്ങളോടൊപ്പം ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തമാശ പറയും. തമാശ അല്ലെങ്കിൽ എല്ലാവരും ചിരിക്കണം, അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും ചിരിക്കുമല്ല. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഞാനൊരു ദിവസം ഹണ്ടിങ്ങിന് പോകണമെന്ന് എനിക്ക് തോന്നി, നായാട്ടിന്. അപ്പോൾ തോക്ക് മുഴുവൻ നിറച്ച് ഞാൻ 12 കിലോമീറ്റർ കാട്ടിലേക്ക് നടന്നു. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു മരത്തിൽ 26 പക്ഷികളിരിക്കുന്നു. ഞാൻ ഓരോന്നിനെയായി വെടിവെച്ചിട്ടു. 13 നിലത്ത് വീണു. അപ്പോൾ തോക്കിലെ ഉണ്ടകൾ തീർന്നുപോയി. ഞാൻ തിരിച്ച് നടന്നു വന്ന് വീട്ടിൽ വന്ന് റീഫില്ല് ചെയ്തു ബുള്ളറ്റ്സ് കംപ്ലീറ്റ്. എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും 12 കിലോമീറ്റർ കാട്ടിലേക്ക് നടന്നു. ബാക്കി 13 കിളികളെ കൂടി ഞാൻ വെടിവെച്ച് കൊന്നു. അപ്പോൾ എല്ലാവരും റഷ്യൻ ഭാഷയിൽ അർത്ഥം വരുന്ന അമേസിങ്, ഫാന്റാസ്റ്റിക്. ഒരാൾ പറഞ്ഞു, റഷ്യ ഇതുപോലൊരു നായാട്ടുകാരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഒരു മന്ത്രിസഭാംഗം. വേറൊരു മന്ത്രിസഭാംഗം പറഞ്ഞു, റഷ്യയിലെ ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇതുപോലൊരു നായാട്ടുകാരൻ. അങ്ങ് സമ്മതിക്കണം, അങ്ങ് എന്തൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്. 26 വെടിവെച്ചിട്ടില്ലേ അങ്ങ് വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ക്രൂഷേവ് പറയുന്നത്, എല്ലാവരും തിരിച്ചു മടങ്ങിപ്പോയി മുറികളിലേക്ക്. 2-3 പേരും മാത്രം സ്വന്തം മുറിക്കകത്ത് ചെന്ന് കണ്ണാടിയിൽ നോക്കി ചോദിച്ചു, നിനക്ക് നാണമില്ലടാന്ന് ചോദിച്ചു. ഇയാൾ ഈ വിഡ്ഢിത്തം നിറഞ്ഞു വിളമ്പുമ്പോൾ ഇയാൾ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ചോദ്യം ചെയ്യാൻ. നേരത്തെ പറഞ്ഞല്ലേ, ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് മരിയ റേസ പറഞ്ഞതുപോലെ, എങ്ങനെ അയാളുടെ മുമ്പിൽ നിൽക്കണമെന്ന് നിനക്ക് തോന്നിയില്ലേ? എടാ, ഒരു പക്ഷിയെ വെടിവെച്ചിടുമ്പോൾ ബാക്കി 25 കിളികളും പറന്നു പോയില്ലേ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം പോലും നിനക്ക് ഉണ്ടായില്ലല്ലോ എന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു എന്നാണ്. ഇന്നത്തെ കാലത്തെ മന്ത്രിമാരൊന്നും കണ്ണാടിയിൽ പോലും നോക്കി ഇത് പറയും എന്നെനിക്ക് യാതൊരു വിശ്വാസമില്ല. ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോലും നിന്ന് പറയാൻ പേടിയാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് 1984 വായിച്ചത്, ജോർജ് ഓർവെലിൻ്റെ. കുറേ നാളത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എന്നെ ആരും നോക്കുന്നുണ്ടെന്നുള്ള പേടിയാണ്.
പിന്നീടാണ് എനിക്ക് കുറച്ചുകൂടി വലുതായപ്പോഴാണ് മനസ്സിലായത് സ്റ്റേറ്റ് ആണത്. സ്റ്റേറ്റിൻ്റെ സർവൈലൻസിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ജോർജ് ഓർവെൽ എത്ര മനോഹരമായിട്ടാണ് സ്റ്റേറ്റിൻ്റെ സർവൈലൻസിനെ കുറിച്ച് പറഞ്ഞത്. സ്റ്റേറ്റ് ഇങ്ങനെ നോക്കുകയാണ് എല്ലാം. നമുക്ക് ഒരു സ്വകാര്യതയില്ല, ഒരു സ്വകാര്യതയും നമുക്കില്ല. നമുക്ക് എവിടെ പോയാലും പ്രശ്നമാണ്. എവിടെ പോയാലും സ്റ്റേറ്റിൻ്റെ ആ സർവൈലൻസിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളൊരു ഭീതിയാണ് ഇന്ന് എല്ലായിടത്തും. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് പേടിയാണ്. ആ ഭീതിയാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിർഭയരാകേണ്ടത് നമ്മളാണ്. ചെറുത്ത് നിൽക്കുന്നവരാണ് നിർഭയരാണ്. ഭീരുകൾ അവരാണ്. ഞാൻ തമാശയായിട്ട് പറയും, സാധാരണ നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ജനലട കൊളുത്തിട്ടോ വാതിലിൻ്റെ സാക്ഷിയിട്ടോ ഒന്നും നോക്കാറില്ല. പക്ഷെ ഏകാധിപതികളായ ഭരണാധികാരികൾ അവരൊറ്റയ്ക്കൊരു മുറിയിലാക്കിയാൽ അവർ തന്നെത്താനേ വാതിൽ അടയ്ക്കുള്ളൂ, തന്നെത്താനേ അവർ കൊളുത്തിടുള്ളൂ. വന്ന് കട്ടിലിന്മേൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി സംശയം തോന്നും, ഇതൊക്കെ ശരിക്കും അടച്ചിട്ടുണ്ടോന്ന്. അവരൊന്നുകൂടി പോയി ഉറപ്പ് വരുത്തും. രാത്രി 2 മണിയാകുമ്പോൾ അവർ ഞെട്ടി ഉണരും. എന്നിട്ട് വീണ്ടും ലൈറ്റിട്ടോ ടോർച്ചടിച്ചോ ഇതാരെങ്കിലും തുറന്നിട്ടിട്ടുണ്ടോ എന്ന് നോക്കും. അത്രമാത്രം ഭീരുക്കളാണ് അവർ. അവരാണ് ഭീരുക്കൾ, നമ്മളാണ് നിർഭയരായി അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടവർ എന്ന്. അതാണ് എൻ്റെ ആത്മവിശ്വാസം, എന്നെ നയിക്കുന്ന ആത്മവിശ്വാസം അതാണ്. ലോകത്തെവിടെയും ഈ ചെറുത്ത് നിൽപ്പും ഈ പോരാട്ടവും നടന്നിട്ടുണ്ട്. നമുക്ക് ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഒരാൾക്കും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ഭിന്നിപ്പിക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ആ ഭിന്നിപ്പിലൂടെ നമ്മളെ വല്ലാത്ത വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്, നമ്മളറിയാതെ കൊണ്ടുപോവുകയാണ്. നമ്മളറിയാതെ നമ്മളെ എങ്ങനെ സെൻസിറ്റീവ് ആക്കാൻ പറ്റും, നമ്മളെങ്ങനെ വൈകാരികമായി നമ്മളെ ചിന്തിപ്പിക്കാൻ പറ്റും. അത് മതമാണെങ്കിലും ദൈവമാണെങ്കിലും ആരെയാണെങ്കിലും അതിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. ഇത് ലോകം മുഴുവൻ കാണുന്ന ഒരു വലിയ കാഴ്ചയാണ്. അവരിപ്പോഴും എതിരാളികളെ ഭയപ്പെടുന്നു, എഴുത്തുകാരെ അവർ ഭയപ്പെടുന്നു, മാധ്യമങ്ങളെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ അവരതിനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? മാധ്യമ ഉടമകളെ, സ്വന്തം ആളുകളെ വെച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഉടമസ്ഥത അവകാശം കൈക്കലാക്കുക. ഉടമസ്ഥാവകാശം സ്വന്തമായി വേണ്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിയ പിന്നെ പേടിക്കാനില്ല. പിന്നെ മാധ്യമങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ മാനിപ്പുലേഷനാണ് നടക്കുന്നത്. ഇഷ്ട രീതിയിൽ മാധ്യമങ്ങൾ പോലും ഇവരുടെ അജണ്ട നടപ്പാക്കുന്ന ഏജൻസികളായി, ഇൻസ്ട്രുമെൻറ്റുകളായി മാറുന്നു. വളരെ പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പ് ഒരുമിച്ച് നിന്നുകൊണ്ട്, തോളോട് തോളൊരുമി നിന്നുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വരുന്നത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്തുന്നത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. പണ്ട് നമ്മൾ തേർഡ് റേക്ക് വായിക്കുമ്പോൾ, പ്രൊപ്പഗാൻഡ മെഷീൻ വായിക്കുമ്പോൾ, ഹിറ്റ്ലറുടെ മീൻ കാഫ് വായിക്കുമ്പോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, നമ്മുടെ ഗീബൽസ്, വീണ്ടും പറയാം ഞാൻ അതിലേക്ക്, അവിടെ എത്തുള്ളൂ നമ്മൾ തിരിച്ച്. ഇപ്പോഴത്തെ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഗീബൽസിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇയാൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാൾ ജർമ്മൻകാരോട് മുഴുവൻ പറഞ്ഞു. ജർമ്മനിയും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ അയാൾ തടവുകാരനായി പിടിക്കപ്പെട്ടു. ജയിലറകളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ജയിലിൻ്റെ അഴികളുടെ അടിയിലൂടെ അയാളെ വലിച്ചെടുത്തു. അപ്പോഴാണ് അയാൾക്ക് ഈ ഡിസബിലിറ്റി ഉണ്ടായത് എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര സിമ്പതി ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ അല്ലേ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ തടവുകാരായി പിടിക്കുക, തടവുകാരായി പിടിച്ചെടുത്തതിന് ശേഷം അവരെ ക്രൂരമായി ടോർച്ചർ ചെയ്യുക, അതിലൂടെ ഒരാൾക്ക് ഡിസബിലിറ്റി ഉണ്ടാകും. അല്ല, കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. പക്ഷെ വെറുതെ പറഞ്ഞതാണ് ഗീബൽസ്. യഥാർത്ഥത്തിൽ ഇൻബോൺ ഡിസബിലിറ്റിയാണ്, ജനിച്ചപ്പോഴുള്ള ഡിസബിലിറ്റിയാണ്. അപ്പോൾ അയാളത് ഒരു സിമ്പതി കിട്ടുന്നതിന് വേണ്ടി അയാൾ അതിനെ നുണയാണ് 1000 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ജർമ്മൻ ജനതയെ മുഴുവൻ അയാൾ കൃത്യമായി അയാൾ വിശ്വസിപ്പിച്ചു, ഇതാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾ തെറ്റുകളും ശരികളും ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയട്ടെ, നമ്മളിപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലം നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയുടെ ആ ഒരു വൈവിധ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും. ശരിക്കും സമർഖണ്ഡിൽ നിന്ന് 16-ാം വയസ്സിൽ പലായനം ചെയ്തയാളും ചെറുപ്പത്തിലെ കാട്ടിലേക്ക് പറഞ്ഞയച്ച ആളും തമ്മിൽ സമ്മേളിക്കുന്നില്ലേ സരയൂ നദിക്കരയിൽ? അതിൻ്റെ രണ്ടിൻ്റെ ലെഗസി
സമ്മേളിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്ക് അക്ബർ രാജാവാണ്, ചന്ദ്രഗുപ്ത മൗര്യനും അതെ എനിക്ക് രാജാവാണ്. നമ്മുടെ ചരിത്രമല്ലേ, രാജാക്കന്മാരല്ലേ അവർ, നമ്മുടെ രാജാക്കല്ലേ. ഗയയും മഹാവീരന്റെ പടിക്കെട്ടും ഇന്ത്യയുടെ നെഞ്ചിലില്ലേ? ഇന്ത്യയുടെ നെഞ്ചിലുണ്ടതെല്ലാം. അതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചകളാണ്. നമുക്ക് ഇത് ചരിത്രം എന്ന് പറയുന്നത് ഒഴുക്കാണ്. വ്യക്തിയുടെ, സമൂഹത്തിൻ്റെ, രാജ്യങ്ങളുടെ ഓരോ കാലങ്ങളിലും ഉണ്ടാകുന്ന, കാലഗണന നിശ്ചയിച്ച ഓരോ കാലത്തും ഉണ്ടാകുന്ന തെറ്റുകളും ശരികളും, ശരിയായ വഴികളും തെറ്റായ വഴികളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചരിത്രം. അതൊരു ഒഴുക്കാണ്. അപ്പോൾ നമ്മുടെ പൂർവികരുടെ കഥ നമ്മുടെ പൈതൃകമാണ്. അതുപോലെ ഈ ഒഴുക്ക് ഒരു സ്വാഭാവികമായ ഒരു ഫ്ലോയാണ് ചരിത്രം എന്ന് പറയുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നൈസർഗികമാണ്, അല്ലേ? ഓർഗാനിക് ആണെന്നാണ് ഇപ്പോഴത്തെ വാക്ക്. നൈസർഗികമാണ്. അതിനെ തടുത്തു നിർത്തിയാൽ അതിനെ വിഷലിപ്തമാക്കിയാൽ ആ ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ അതിനെ തിരിച്ചുവിടുകയാണ്. എന്തിന്? ഭരണകൂടത്തിന് ഇഷ്ടമുള്ള മതം, സാമ്പത്തിക സമീപനം, ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി ആ ചരിത്രത്തെ റീറൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചരിത്രത്തെ അപനിർമ്മിക്കാൻ പറ്റുമോ? ആ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നമുക്ക് വേണ്ടതിനെ വെച്ചുകൊണ്ട് ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ, അപനിർമ്മിക്കാൻ എല്ലാ ഭരണകൂടങ്ങളും ശ്രമിക്കുന്ന നാളുകളിലാണ് നമ്മൾ പോകുന്നത്. ഞാനത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തോ മാത്രമല്ല അത് കാണുന്നത്. ഇത് ലോകത്തെ എല്ലായിടത്തും ഈ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കാണുമ്പോൾ, ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് നോക്കിക്കാണുമ്പോൾ ഈ അപകടത്തെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ കാണുമ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ, സൂചനകളാണ് നമുക്ക് നൽകുന്നത്, അല്ലെ? ചിലപ്പോൾ പ്രകൃതി നൽകുന്ന സൂചനകളാണ് നമ്മളോട് ഈ അപകടം വരുന്നു എന്ന് പറയും. നേച്ചറിലൊരു സംഭവം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നേച്ചറിൽ ഒന്നുണ്ട്. ആ നേച്ചർ തരുന്ന ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ, ചില അടയാളപ്പെടുത്തലുകൾ നമ്മളോട് പറയാണ് ജാഗ്രത പാലിക്കാൻ. ജാഗ്രത പാലിക്കാം. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി നിർഭയമായി അവർ ഭീരുക്കളാണ് എന്ന് തന്നെ കരുതി അവർക്കെതിരെയുള്ള അന്തിമമായ പോരാട്ടത്തിന് തയ്യാറെടുക്കണം. ഏകസ്വരങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുസ്വരതയുടെ ഭാവി അനിശ്ചിതമാണ്, അല്ലെങ്കിൽ അത് അവസാനിച്ചു കഴിഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല, എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആത്മവിശ്വാസത്തോടു കൂടി ആ ബഹുസ്വരത സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നല്ല കാലത്തേക്കുള്ള നമ്മുടെ പ്രയാണം തുടരണം. അപ്പോഴും ഈ സംഘർഷങ്ങളും, ഈ യുദ്ധങ്ങളും, ഈ ദാരിദ്ര്യവും, ഈ പട്ടിണിയും, ഈ നിലവിളികളും, ഈ സങ്കടങ്ങളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാൻ ദേശീയ പ്രസ്ഥാനത്തിന് വേണമെങ്കിൽ ഏറ്റവും എളുപ്പം ബ്രിട്ടീഷുകാർക്കെതിരായി ജർമ്മനിയുടെ കൂടെ കൂടുകയായിരുന്നു. കാരണം അന്ന് ജർമ്മനി സുശക്തമായിരുന്നു, സോവിയറ്റ് യൂണിയൻ മാറി നിൽക്കുകയായിരുന്നു, ബ്രിട്ടന് പേടിയായിരുന്നു, അമേരിക്കയ്ക്ക് നിസ്സംഗതയായിരുന്നു. ജർമ്മനി യുദ്ധസന്നാഹത്തോടു കൂടി ബ്രിട്ടനെ അടക്കം ലോകത്തെ മുഴുവൻ കീഴടക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ജർമ്മനിയെ ഭയന്ന് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ, ഹിറ്റ്ലറും സ്റ്റാലിനുമായി സ്റ്റാലിൻ പാക്ട് ഉണ്ടാക്കി. 1939 സന്ധി ചെയ്തു. നാസിസവുമായി, ഫാസിസവുമായി സ്റ്റാലിൻ സന്ധി ചെയ്തു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത ഏടുകളിൽ ഒന്നാണ് ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. 1941 ഈ സന്ധിയിലെ കണ്ടീഷൻസിനെ എല്ലാം വലിച്ചെറിഞ്ഞ് ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കുകയും ലെനിൻഗ്രാഡ് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് നിലപാട് സ്റ്റാലിൻ്റെ മാറിയത്. പക്ഷേ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അവർ ജർമ്മനിയും നാസിസത്തെയും ഫാസിസത്തെയും അത് ഏകസ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്നുള്ള നമ്മുടെ പ്രാഥമികമായ ലക്ഷ്യത്തെ പോലും രണ്ടാമത്തെ കാര്യമായി മാറ്റിവെച്ചുകൊണ്ട്
ആ ഫാസിസത്തെ എതിർത്തു. അവരത് തിരിച്ചറിഞ്ഞിരുന്നു. കാരണം ഈ ഏകസ്വരം ഉണ്ടാക്കുന്ന കുഴപ്പം അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതാണ് ഗാന്ധിയൻ ലെഗസി, അതാണ് നെഹ്റുവിയൻ ലെഗസി എന്ന് പറയുന്നത്. അതാണ് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏകസ്വരമുള്ള ഒരു നാടിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും തോളോട് തോളുരുമി കാണുന്ന ഒരു കാലത്തെക്കുറിച്ച് ആയിരുന്നു അവരുടെ ഡ്രീം എന്ന് പറയുന്നത്. അവരുടെ സ്വപ്നം അതായിരുന്നു. അവരാ അപകടത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ അപകടത്തെ തിരിച്ചറിയുക എന്നതും മാത്രമാണ്. തിരിച്ചറിഞ്ഞാൽ നമുക്ക് പോരാടാൻ നമുക്ക് കഴിയും. ആത്മവിശ്വാസത്തോടു കൂടി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഭയം അവർക്കാണ്, നമുക്കല്ല. നമ്മൾ നിർഭയരായി അവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ പറയുന്നു. നമുക്കതിന് കഴിയും. കേരളത്തിൽ നിന്ന് തന്നെ നമുക്കതിന് തുടങ്ങണം. കേരളത്തിലും ഏകസ്വരങ്ങൾ ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ. ഏകസ്വരങ്ങൾ പാടില്ല. ബഹുസ്വരങ്ങൾ ഉണ്ടാകണം, വ്യത്യസ്തതകൾ ഉണ്ടാകണം, യോജിപ്പുകൾ ഉണ്ടാകണം, വിയോജിപ്പുകൾ ഉണ്ടാകണം, സംവാദങ്ങൾ ഉണ്ടാകണം. അതിൽ നിന്നൊരു ഔട്ട്കം ഉണ്ടാകും. അതാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായമായി മാറേണ്ടത്. ആ അഭിപ്രായത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം പുരോഗതിയല്ല, എല്ലാ മനുഷ്യൻ്റെയും പുരോഗതിയാണ്. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ പുനർവിതരണത്തിലൂടെ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എല്ലാത്തിലൂടെയും നമുക്ക് ആ ഒരു കാലത്തിലേക്ക് കടക്കാൻ, നമ്മുടെ കാഴ്ചപ്പാടിലേക്ക്, വിശാലമായ സമീപനത്തിലേക്ക് നടക്കാൻ, ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചപ്പാടുകൾ, ഈ ഏകസ്വരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അസമത്വമുണ്ട് ലോകത്ത്. ആ ഈ ഏകസ്വരങ്ങൾ മാത്രം ഉയർത്തുന്ന ഏകാധിപതികളായ ഭരണാധികാരികൾ ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് അസമത്വത്തിൻ്റെ സ്രഷ്ടാക്കൾക്ക് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകും. ഈ അക്ഷരോത്സവത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കും. താങ്ക് യു സോ മച്ച് സർ. ഏകസ്വരങ്ങൾക്കിടയിൽ ബഹുസ്വരതയുടെ ഭാവി, അദ്ദേഹത്തിന്റെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവെച്ചു കഴിഞ്ഞു. ഇനിയുള്ള സമയം നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കൈ ഉയർത്തുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മൈക്കുകൾ കൊണ്ടുതരുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. പ്ലീസ്. നമസ്കാരം സർ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ, സാർ ഇപ്പോൾ സംസാരിച്ച കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ചരിത്രത്തിലെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നോക്കണം. സംശയം എന്താ കാര്യത്തിൽ? അത് പറയാനൊന്നും ഒരു ഭയമുള്ള ആളല്ല ഞാൻ. നിർഭയമായി പറയും, ഒരു സംശയമില്ല. അതൊക്കെ ചരിത്രത്തിലെ തെറ്റുകളാണ്. ഭരണകൂടം ആരായാലും, ആര് അധികാരത്തിൽ വന്നാലും അധികാരം നമ്മളെ വല്ലാതെ ദൂഷിപ്പിക്കും. അധികാരം ഒരുപാട് കോക്കസുകളെ രൂപപ്പെടുത്തും. നമുക്ക് ചുറ്റും അൺവാണ്ടഡ് എലമെന്റ്സ് വന്ന് നിറയും. ശരിയായ ആളുകളെ കാണാൻ കഴിയാത്ത വണ്ണം നമ്മളെ കണ്ണുകൾ മൂടപ്പെടും. അവരെ തിരിച്ചറിയാനും യഥാർത്ഥ ആളുകളെ തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ ഭരണാധികാരി നമ്മളാവുന്നത്. അപ്പോൾ ചരിത്രത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെ ന്യായീകരിക്കുക അല്ല ബുദ്ധി, അത് തെറ്റുകളാണെന്ന് സമ്മതിച്ച് അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അത്തരം എക്സസുകൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി കണ്ണ് വിടർത്തി വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും അത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. സർ, സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ബഹുസ്വരതയുടെ ഭാവി ഭയങ്കര ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സാറ് പറഞ്ഞു ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സുരക്ഷിതമാക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇനിയും എത്ര ദൂരം അല്ലെങ്കിൽ എത്ര കാലം സഞ്ചരിക്കണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? എന്ത് ആണ് പ്രധാനമായിട്ട് അതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? സമയ പരിധിയെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം വേണം, കോൺഫിഡൻസ് വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു നിർത്തിയത്. അവരാണ് ഭീരുക്കൾ, നമ്മളാണ് നിർഭയരായി അതിനെ ചെറുത്ത് നിൽക്കുന്ന ആളുകൾ. ഉള്ള തടസ്സം എന്ന് പറയുന്നത്
അവരുടെ ഈ ഹേറ്റ് ക്യാമ്പയിൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയല്ലോ, ഹിറ്റ്ലർ തോറ്റുകൊണ്ടിരിക്കുകയാണ്, അവസാനം തോറ്റ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ജർമ്മൻ റേഡിയോയിലൂടെ ഗീബൽസ് നടത്തിയിരുന്ന പ്രചരണം ജർമ്മനി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ജർമ്മൻ ജനത വിശ്വസിച്ചു. സോവിയറ്റ് പട്ടാള ടാങ്കുകളും അമേരിക്കൻ പട്ടാളവും ബ്രിട്ടീഷ് പട്ടാളവും എല്ലാം ജർമ്മനിയിലേക്ക് കടക്കുകയും വെടിയൊച്ചകൾ മുഴങ്ങുകയും പീരങ്കി ശബ്ദം കേൾക്കുകയും തങ്ങളുടെ വീടുകൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴും അവർ കരുതിയത് ഭരണകൂടം പറയുന്നത് ശരിയാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. ജർമ്മൻ ജനതയെ, അതുകൊണ്ടാണ് ഞാൻ ഐൻസ്റ്റീനെ കോട്ട് ചെയ്തത്. അവർക്ക് അറിയായിരുന്നത് ഇയാളെ ഈ ഒരു ഇന്റൻഷൻ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ നിന്നു. നമുക്കിപ്പോൾ അറിയാം ഇവരിത് തെറ്റാണ് ചെയ്യുന്നത്, ഇവരെങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടെ നിൽക്കാൻ പാടില്ല, അതിനെ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിന് ഉള്ള തടസ്സം ഇവരുടെ ഹേറ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്, ഭിന്നിപ്പിൻ്റെ ക്യാമ്പയിനാണ്. അപകടകരമായ രീതിയിലാണ് പോകുന്നത്. എല്ലാ പുതിയ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് കൗണ്ടർ ചെയ്യണം. നമസ്കാരം. ഇല്ല, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് നമ്മുടെ കേന്ദ്രം നോക്കിയാലും, അല്ലെങ്കിൽ ലോകം തന്നെ, ലോകത്തെ ഏത് രാജ്യങ്ങൾ നോക്കിയാലും താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ശരിയാണ് ചെയ്യുന്നതോ തെറ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബഹുസ്വരതയാണോ അത് ഏകസ്വരതയാണോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്സ് ആണ് എല്ലായിടത്തും പൊങ്ങി വരുന്നത്. അത് ഓട്ടോക്രാറ്റിക് ആണ്, ആകുന്നതാണ്, പക്ഷെ പവർഫുൾ ആണ്. അവർ എല്ലാ മിഷണറീസ് ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ്. അതിപ്പോൾ ഏത് ചെറിയ സ്റ്റേറ്റ് കേരളത്തിലെടുത്ത് നോക്കിയാലും അതാണ് ട്രെൻഡ്. അതേസമയം ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് അങ്ങനെ ഒരു ട്രെൻഡിൽ വന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു കളക്റ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. ഈ കളക്റ്റീവ് അപ്രോച്ചിന് മുന്നിൽ നിൽക്കുന്ന ലീഡറിന് തന്നെ എനിക്ക് ഭരണം വേണ്ട, ഞാൻ അതിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് വളരെ പവർഫുള്ളായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംവിധാനത്തെ ചാലഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? അതൊരു വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലോകത്തെ എല്ലായിടത്തും ഭരണാധികാരികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെ നാഷണലിസം, അതിതീവ്ര ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അക്രോസ് ദ വേൾഡ് പല സ്ഥലത്തും നമുക്ക് കാണാം. ഇപ്പോൾ റഷ്യയിൽ നോക്കിയാൽ കാണാം, ഹംഗറിയിൽ നോക്കിയാൽ കാണാം, പല ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ, ടർക്കിയിൽ നോക്കിയാൽ കാണാം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ കോൺഗ്രസ്, ഞാനൊരു കോൺഗ്രസ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ പാർട്ടി ഒപ്പോസിഷനിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നമ്മളിപ്പോൾ ചെയ്യുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഭരണം വേണ്ട എന്നുള്ളതല്ല, അധികാരത്തെ നിരസിച്ചുകൊണ്ടുള്ള ഒരു ഗാന്ധിയൻ രീതി അല്ലല്ലോ ഇത്. അധികാരം വേണമല്ലോ. അധികാരം നമുക്ക് എന്തിനാണ്? അധികാരം വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അധികാരം നമുക്ക് വേണം. അധികാരം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അധികാരം എങ്ങനെ നമ്മൾ അതിനെ നേരത്തെ ഞാൻ അവസാനിപ്പിച്ചപ്പോൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഒരിക്കൽ ഈ പറയുന്നത് പോലെ ഒരു സാമ്പത്തികമായ നയവ്യതിയാനം ഉണ്ടായപ്പോൾ അതിനെല്ലാം സൂക്ഷ്മതയോടുകൂടി നോക്കിക്കണ്ട ആളുകളാണ് ഞങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ തൊഴിൽ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ഉണ്ടാക്കിയ പണം എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ അതിനൊരു മറുപടി ഞങ്ങൾ പാർട്ടിയിൽ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് അത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആയിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിലൂടെ, റൈറ്റ് ടു എഡ്യൂക്കേഷനിലൂടെ ഇത് പുനർവിതരണം നടത്തി ഈ കിട്ടിയ സമ്പത്ത് സാധാരണക്കാരൻ്റെ കൈകളിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അധികാരം നമുക്ക് വേണം, അധികാരം നമുക്ക് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ എത്ര അപകടം നിറഞ്ഞതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഒരു ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. ഞാൻ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും നെറ്റിൽ പോയിട്ട് അതിൻ്റെ കവർ പേജ് നോക്കിയായിരുന്നു ഇപ്പോൾ അയോധ്യ ഇതിന് ശേഷം. അപ്പോൾ അതെല്ലാം വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്യാണ്. ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ വേറൊരു രൂപമാണ്, ഭിന്നിപ്പാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്
ആ ഹെയ്റ്റ് ക്യാമ്പയിന് കൗണ്ടറായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അതാണ് ഭാരത് ജോഡോ യാത്ര, ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് നിൽക്കുന്നത്. ഒരേ സമയം ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള സന്നാഹം ഒരുക്കണം, തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സംവിധാനവും വേണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഞാനതിൻ്റെ ഒരു ആത്മാർത്ഥതയെ ഞാൻ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു. ചോദ്യത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, മൈ നെയിം ഈസ് പ്രിൻസ്, എ സീനിയർ പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർ. നമ്മുടെ ബഹുസ്വരതയ്ക്ക് ഭാവി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ത്യയിൽ ബഹുസ്വരത ഏറ്റവും ഉയർത്തിപ്പിടിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആർക്കും സംശയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും ബഹുസ്വരത ഉയർത്തിപ്പിടിച്ച ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയുമൊക്കെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്തുന്നത്. കൂടുതലൊന്നും സമയം കളയാൻ വേണ്ടി ചോദിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ബഹുസ്വരതയിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കോർ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ്. ഭരണഘടനയുടെ എല്ലാ വശങ്ങളിലും മതേതരത്വം ഊന്നി നിൽക്കുന്നുണ്ട്. എന്നാൽ ഹിറ്റ്ലറെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിലേക്കെക്കുറിച്ച് ഫാസിസത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇന്ത്യയിൽ ഫാസിസം അതിരുകടന്ന് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫാസിസം അതിരുകടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് കോടതിയെ പോലും നമ്മുടെ ഭരണകൂടത്തിന് വിഴുങ്ങാൻ കഴിയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒറ്റ ചോദ്യം, അമ്പലം പൊളിച്ച് പള്ളി പൊളിച്ച് അമ്പലം കെട്ടി ആ അമ്പലം കെട്ടിയ ആ അമ്പലത്തിൽ കയറാൻ വേണ്ടി നിങ്ങളുടെ നേതാവായ രാഹുൽ ഗാന്ധി സമരം വരുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബഹുസ്വരതയെ പറയുമ്പോൾ നയങ്ങൾ ഒരുപോലെ നിൽക്കണം. രണ്ട് നയമാകരുത്. തെക്കേ ഇന്ത്യയിൽ ഒരു നയം, വടക്കേ ഇന്ത്യയിൽ ഒരു നയം. ഇത്രയേ ഉള്ളൂ ചോദ്യം. അമ്പലം പൊളിച്ച സ്ഥലത്ത് കയറാൻ വേണ്ടി രാഹുൽ ഗാന്ധി സമരം ഇരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇല്ല, ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല. അദ്ദേഹം ആസാമിലും ബംഗാളിലും ഭാരത് ജോഡോ യാത്രയുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ. ആ നേതാക്കൾ ആ ക്ഷണം നിരസിച്ചു. അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കൂട്ടിക്കുഴയ്ക്കരുത്, അത് പൊളിറ്റിക്കലൈസ് ചെയ്യരുത്. അത് രണ്ടും രണ്ടാണ്. മതവിശ്വാസം വേറെയാണ്, ഇത് വേറെയാണ്. ഇതിപ്പോൾ ഒരു വേറൊരു നെറേറ്റീവാണ്. അതായത് അമ്പലത്തിൽ പോകുന്നവരെല്ലാം സംഘപരിവാറാണെന്ന് പറയുന്ന ക്യാമ്പയിനോട് എനിക്ക് യോജിപ്പില്ല. അവരൊരുക്കുന്ന കെണിയിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കരുത്. ഇതൊരു കെണിയുണ്ട് ഇതിൻ്റെ അകത്ത്. ആ കെണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹീറ്റ് ക്യാമ്പയിൻ നടത്തുന്നവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കെണിയുണ്ട്. ആ കെണിയിൽ പോയി തലവെച്ച് കൊടുത്താൽ അവർ പറയുന്നതാണ് ശരിയെന്ന് പറയും. വേണമെങ്കിൽ വല്ല വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആ നിലപാടെടുക്കാം. അമ്പലത്തിൽ പോകുന്നവർ മുഴുവൻ സംഘപരിവാറാണ് അല്ലെങ്കിൽ ഏകസ്വരത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമുക്കില്ല. അമ്പലത്തിൽ പോകുന്നവരോടാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഏകസ്വരക്കാർ. അവർ വേറെ ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞു, ആരാധനാ ക്രമങ്ങൾ തടസ്സപ്പെടുത്തി, ക്രിസ്മസ് ആരാധനകൾ പോലും നടക്കില്ല. എന്നിട്ടിപ്പോൾ കേരളത്തിൽ വന്നിട്ട് ക്രൈസ്തവ വീടുകളിൽ കൊണ്ടുപോയി കേക്ക് കൊടുക്കുകയാണ് അതേ ആളുകൾ കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് വാങ്ങിച്ചു വെച്ച് നമുക്ക് ഒരുമിച്ച് മുറിക്കാം എന്നാണ് അവരോട് പറയേണ്ടത്. അവരോട് നമ്മൾ ചോദിക്കണം, മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്, ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണം. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ ഞാൻ പറയും, വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം മാത്രം പറയരുത്. നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. ആ സാമൂഹ്യ അന്തരീക്ഷം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനമായി ആളുകൾ വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് കൂടി തീ കൊടുക്കുകയല്ല വേണ്ടത്, അതിനെ വെള്ളം ഒഴിച്ച് കെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. മറ്റത് കെണിയാണ്, ദാളി പടർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ വീഴരുത്. അതിന് നമുക്ക് കൃത്യമായ ആശയങ്ങളുണ്ട്, നമുക്ക് നിലപാടുകളുണ്ട്. അതിൽ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യുലർ പൊസിഷനിങ് ആണ്. അതിൽ നിന്ന് പാർട്ടി പോയാൽ അതിനെ ഒരിക്കലും പോവില്ല, അത് പോകാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞതുപോലെ നെഹ്റുവിയൻ ഗാന്ധിയൻ ലെഗസിയാണ്, കൃത്യമായ നിലപാടുകളാണ്. നമസ്കാരം സാർ. ചോദ്യം എന്ന് വെച്ചാൽ 1940-കളിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, ഇന്ത്യ ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. പിന്നീട് രാജ്യത്തെ നയിച്ചു പഞ്ചവത്സര പദ്ധതി, അങ്ങനെ വലിയൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ 24-ൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെ BJPയെ പ്രതിരോധിക്കുമെന്ന് ഇപ്പോൾ അയോധ്യയിലേക്ക് നോക്കുമ്പോൾ
ഋഷിവര്യന്മാരുടെ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ 24-ൽ BJP കൗണ്ടർ ചെയ്യുമെന്ന് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന PCCകൾക്കും ഒരു വീക്ഷണമുണ്ടോ? അല്ലാതെ തീർച്ചയായിട്ടും ഞാൻ ഇത് പ്യുവർ പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനോട് ഒരു താല്പര്യം കാണിച്ച് ഞാൻ അങ്ങ് പറയാത്തത്. ഞാൻ അത് രാഷ്ട്രീയവുമായി, ദൈനംദിന രാഷ്ട്രീയവുമായി നമുക്കതിനെ ബന്ധപ്പെടുത്തേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഗ്രേസ് പോവും. ഏത് പച്ചയായ രാഷ്ട്രീയം പറഞ്ഞാൽ ചോദ്യം അതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഒറ്റ വാചകത്തിൽ മറുപടി പറയാൻ പോകുന്നതാണ്. നമ്മൾ ഈ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനെതിരായിട്ടുള്ള നിലപാടാണ്. ഇവിടെ നേരത്തെ അധ്യാപകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, പൊളിറ്റിക്കൽ സയൻസിലെ അധ്യാപകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ കൈകൾ ആഴ്ത്തിയിരിക്കുന്നു. ഡീപ്പ് സ്റ്റേറ്റ് ആണ് എല്ലായിടത്തേക്കും. ജുഡീഷ്യറിയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു, അന്വേഷണ ഏജൻസികളെ ഉപകരണമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കൾച്ചറൽ ഇൻവേഷൻ നടത്താൻ, സാംസ്കാരികമായ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു, എഡ്യൂക്കേഷൻ അതിൻ്റെ സിലബസിനെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡീപ്പ് സ്റ്റേറ്റ് ആണ്. അതിലേക്ക് ഭയങ്കര അപകടകരമായ രീതിയിൽ ഓരോ നിമിഷവും പോവുകയാണ്. അപ്പോൾ ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് ആ അപകടത്തെ ബോധ്യപ്പെടുത്തി അതിനെതിരായി പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിലെ വിജയം പ്രധാനപ്പെട്ടത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ വിജയങ്ങളെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ മെനയുന്നത്. അതിനെ മറികടക്കാൻ കഴിയണം. അതിനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ.